വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത 2 ക്യാരറ്റ്, 1 ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത്, പൊടിയായി അരിഞ്ഞ സവാള ഒരെണ്ണം, ബീൻസ് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത് കുറച്ച്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത്. ഇത് നമുക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ച് ഉപ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ്, ആവശ്യത്തിനുള്ള ഓയിൽ. ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ പൊടി ചേർത്താൽ ഇത് പൊട്ടിപ്പോകാതെ ഇരിക്കും. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതൊന്ന് തണുക്കുമ്പോഴേക്ക് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. നേരത്തെ എടുത്തു വെച്ചിരുന്ന കൂട്ടിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അത് ലൂസായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. ആദ്യം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായി പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കാം. ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഓരോന്നായി പതുക്കെ തിരിച്ചിട്ട് കൊടുക്കണം. വെജിറ്റബിൾ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.